ചാത്തന്നൂർ ഇത് എത്രാമത്തെ കളിയാണ്? ഏതെല്ലാം വേദിയിൽ പോയിട്ടുണ്ട്? ഒരുപാട് വേദികളിൽ പോയിട്ട്. എന്നാലും ഒന്ന് പറയാമോ? മൈക്ക് അടുപ്പിച്ചു പോയി. എന്തായാലും എനിക്കിവിടെ വരാൻ വൈകി പോയി. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു പ്രതീക്ഷ. അപ്പോൾ വന്നാൽ ഒരു ഒറ്റ കളിയെ നമ്മൾ കണ്ടോളൂ. അപ്പോൾ നമ്മൾ ചാനലിന് വേണ്ടി ഒരു കളി കൂടെ കളിക്കാൻ പറ്റുമോ? ഇല്ല, കഴിഞ്ഞില്ലേ? അപ്പം ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് പഠിത്തം എല്ലാം കഴിഞ്ഞാണ് വിദ്യാഭ്യാസം. കലാരംഗത്തൊക്കെ എങ്ങനെയാ? ഏതെങ്കിലും സംഘടന ഉണ്ടോ? വീട്ടമ്മമാരാണ്. പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇല്ല, വീട്ടമ്മമാരാണ് ഒരുവിധം. പിന്നെ കൈകൊട്ടി കളി, നിങ്ങളുടെ കളിയുടെ പേര് കൈകൊട്ടി കളി. ഒന്ന് അങ്ങോട്ട് കൊടു. ആർക്ക് മുന്നിൽ പറയാം? 3 പേരാണ് വീട്ടമ്മമാര്. ബാക്കിയുള്ളവരെല്ലാം അത് മതിക്കല. എന്നാലും തീർച്ചയായിട്ടും എല്ലാവരും ചാത്തന്നൂർക്കാരാണ്. എല്ലാവരും ചാത്തന്നൂർ. അപ്പോൾ ഒരു വാർഡ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സപ്പ് എന്താ പേര് വാട്സപ്പിന്റെ? സെങ്കരിക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് വേദികളിലൊക്കെ പോട്ടെ. ഇപ്പോൾ പൂനമ്പായക്കുളത്ത് അമ്മയുടെ മുമ്പിൽ നമ്മൾ വരാൻ വൈകിപ്പോയി. ഇനി ഒരുപാട് വേദികൾ വരട്ടെ. ഇത് നാടിൻ്റെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കാണാൻ കളി പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇനിയിപ്പം നമ്മളിൽ നിന്നും കൈവിട്ട് പോയതൊക്കെ തിരികെ കൊണ്ടുവരിക, ഇപ്പോഴത്തെ തലമുറകൾ കൊണ്ടുവരിക. എല്ലാവർക്കും അത് കാണാൻ ഒരുപാട് ആവേശം, അല്ലെങ്കിൽ വരുന്ന പ്രേക്ഷകർക്കൊക്കെ അതിലേക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കളികൾ കാണാൻ ആരാധകർ ഒരുപാട് പേര് കൂടുന്നു. അപ്പോൾ ഇനി നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ആശംസകളായിരുന്നു. പൂനമ്പായക്കുളത്ത് അമ്മയുടെ മുറ്റത്ത് കളിക്കുവാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയതിലും അത് ചെയ്തതിലും വളരെ നന്ദിയുണ്ട്. ഒരുപാട് നിങ്ങളെപ്പോലെ വീട്ടിനുള്ളിൽ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പല കലയൊക്കെ നമുക്കിങ്ങനെ ഒഴുക്കി വിടുക. മറ്റുള്ളവരും നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു പുതിയ എന്നുവെച്ചാൽ നമ്മൾ കൈകൊട്ട് പാട്ട് ഒക്കെ ഒരുപാട് ഇനിയുള്ളവരും അങ്ങനെ വരട്ടെ. വേറെ എന്തോ അങ്ങോട്ടൊന്ന് കൊടുക്കും. എന്തുണ്ട് ഇവിടുത്തെ സംബന്ധിച്ച് അമ്മയുടെ മുമ്പിൽ വന്നതിന് എന്തോ സന്തോഷമുണ്ടോ? അവിടെ പൂനമ്പായക്കുളത്ത് അമ്മയുടെ മുറ്റത്ത് ആദ്യമായിട്ടാണ് അവർ. പൂനമ്പായക്കുളത്ത് അമ്മയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നീ അല്ലാതെ ഏത് വേദിയിലൊക്കെ പോയിട്ടുണ്ട്? ഏതെല്ലാം അമ്പലങ്ങളിൽ പോയിട്ട്? മൂത്തല ക്ഷേത്രം, അത് കഴിഞ്ഞ് ഇവിടെ. അപ്പോൾ ഒരുപാട് വേദികളുണ്ടാവട്ടെ. ഒരുപാട് എവിടെ? മയിലക്കാട് മാടനട. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുള്ളവരെല്ലാം നല്ല സപ്പോർട്ടാണല്ലേ? വീട്ടിലുള്ളവരെല്ലാം നല്ല സപ്പോർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇങ്ങനെ കലാരംഗത്ത് ഒരു വ്യത്യസ്തമായ വെറൈറ്റി തന്നെയാണ്. അത് ഒരുപാട് പ്രേക്ഷകർക്ക് സ്റ്റേജ് പകരുവാനെക്കാട്ടി കൂടുതൽ നിങ്ങളെ പരിപാടി കാണാൻ ഒരുപാട് പേര് ഇവിടെ വളഞ്ഞുകൂടി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങളെപ്പോലുള്ളവർ ഈ കലയായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിലേക്ക് വരട്ടെ. ഓക്കെ, താങ്ക് യു. KM മീഡിയയുടെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.